ഫുള്ള് പൂക്കളാണ് കേട്ടോ. അതേ നോക്കി, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമ്മേ കുറേ മുട്ടുകൾ, നിങ്ങൾ പൂക്കളില്ലാത്ത ഭാഗത്തൊക്കെ മുട്ടുകളാണ് ഈ നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ടെക് യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സിൽവർ ചേച്ചിയോടെയാണ്. അടിപൊളിയായിട്ട് നന്നായി പൂത്തു വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ്. സിൽവർ ചേച്ചി, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാ പ്ലാന്റ് എന്നും പ്ലാന്റിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കോ? ഇതിനെയാണ് നോർമലി നമ്മൾ പറയണ മണിമുല്ല, ക്രിസ്മസ് മുല്ല, പിന്നെ ഡിസംബർ മുല്ല, ആമിനി മുല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കണ നോർമലി കേൾക്കുന്നുണ്ടല്ലോ. ഇതൊരു നവംബർ ആദ്യം തൊട്ട് എനിക്ക് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ എന്നും വിരിയുന്നുണ്ട്. ഒരു മാർച്ചൊക്കെ വരെ ഇത് ഇതുപോലെ തന്നെ പൂക്കുന്നുണ്ടല്ലോ. ഇതിനെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരു സെറ്റ് ഇപ്പൊ ഇത് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ ബഞ്ച്. അത് പക്ഷെ വീണ്ടും ഒരാഴ്ചയാകുമ്പോഴേക്കും വീണ്ടും പൂത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ അറിയാട്ടോ, നിറയെ പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു വീണ് കിടക്കാണ്. നല്ല രസമാണ് കാണാൻ. ഇതെല്ലാ ദിവസവും ഇതുപോലെ കൊഴിഞ്ഞൊക്കെ കിടക്കുന്നു. എല്ലാ ദിവസവും കൊഴിഞ്ഞു കിടക്കും. കുറച്ച് മുട്ടുകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മുട്ടുകൾ എന്തായാലും വിരിയാനുണ്ടാവും. ഒരു നവംബർ മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെ ഇതുമ്പോ പൂക്കൾ തന്നെ ഉണ്ടാവും അല്ലേ? ഫെബ്രുവരി ആണല്ലോ, അപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ട്. ഇതുമ്പോ നിറച്ച് മുട്ടുകൾ ഇനിയും നിൽക്കുന്നുണ്ട് വിരിയാനല്ലേ? അപ്പൊ പിന്നെ എന്തായാലും അത് വിരിഞ്ഞ്. അതായത് കൊല്ലത്തില് ഒരു 6 മാസത്തോളം ഇതുമ്പോ ഫ്ലവർ ഉണ്ടാവുന്നത് ഏകദേശം. ശരിക്കും ഇത് സീസണൽ പ്ലാന്റ് ആണ്. പക്ഷെ സീസണൽ പ്ലാന്റ് എന്ന് പറഞ്ഞാലും കൊല്ലത്തിൽ ഒരു 6 മാസത്തോളം ഫ്ലവർ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് നല്ലൊരു നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്മെല്ല് എന്ന് പറയില്ലേ നമ്മള്, നല്ല ഇങ്ങനെ ഇവിടെ ഈ പരിസരത്ത് ഫുള്ള് സ്മെല്ലാണ്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും നല്ല സ്മെല്ലുണ്ട്. ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ല അതിന്. രാവിലെ ഒരു മുല്ലപ്പൂവിന്റെ സ്മെല്ലല്ല, വേറെ നല്ലൊരു സ്മെല്ല. അതേപോലെ നമുക്ക് കുത്തി ബോറടിക്കില്ല. കുറച്ച് കഴിയുമ്പോ ചില സ്മെല്ലുകൾ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനത്തെ അല്ല, നല്ല സ്മെല്ല്. ഇതിപ്പോ സിൽവർ ചേച്ചിയോടെ ഏകദേശം എത്ര നാളായി ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട്? ഇതിപ്പോ നന്നായി നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള പ്ലാന്റ് അല്ലേ? ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡ്, അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് അവിടെ നിൽക്കണ ഒരു സ്റ്റാൻഡുമാണ് കയറ്റിയിട്ടുള്ളത്. ഈ ചട്ടിയിലിരിക്കുന്ന സ്റ്റാൻഡ് പോലത്തെ അല്ലേ? അപ്പൊ അതുമ്മ കയറ്റിയിട്ട് ഇത് നമ്മൾ എല്ലാ വർഷം കട്ട് ചെയ്ത് നിർത്തും. ഈ പൂ കഴിഞ്ഞാല് നമ്മള് ഫുള്ള് കട വരെ കട്ട് ചെയ്തിട്ട് ഒരില പോലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ഓരോ ഒക്ടോബർ ഒക്കെ ആവുമ്പോഴാണ് ഇങ്ങനെ ആവണത്. പിന്നെ കട്ട് ചെയ്യില്ല. അപ്പൊ പിന്നെ നല്ല ഭംഗിയല്ലേ? ഇതിനധികം തിക്കായിട്ടുള്ള സ്റ്റെമ്മൊന്നും അല്ലാന്ന് തോന്നുന്നു അല്ലേ? വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല. അപ്പൊ ചട്ടിയിലും വളർത്താം അല്ലേ? ഇപ്പൊ സിൽവർ ചേച്ചിയുടെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ഫ്ലവർ ഇല്ലേ, ബ്ലൂ, അതുപോലെയൊക്കെ പടർത്തി നിർത്താം അല്ലേ? ഓക്കെ. ഇതിന്റെ അപ്പുറത്തെ വശവും പൂക്കൾ തന്നെയല്ലേ? നമുക്കൊന്ന് കാണിച്ചാലോ? ഫുള്ള് പൂക്കളാണ് കേട്ടോ. അതേ നോക്കി, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമ്മേ കുറേ മുട്ടുകൾ, നിങ്ങൾ പൂക്കളില്ലാത്ത ഭാഗത്തൊക്കെ മുട്ടുകളാണ് ഈ നിൽക്കുന്നത്, വിരിയാനുള്ള മുട്ടുകൾ. ഇതേ ഇപ്പോൾ സിൽവർ ചേച്ചിയുടെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇത് ഫുള്ള് മുട്ടുകളല്ലേ? ഇത് ഫുള്ള് മുട്ടുകളാണ്. ഈ പറക്കണത് മുഴുവൻ തേനീച്ചയാണ്, ഹണിയാണ്. ഓക്കെ, ചെറുതേനാണല്ലേ? ഓക്കെ. തേനീച്ച കൃഷിയുണ്ട് ചെറിയ രീതിക്ക്. ഓക്കെ. ഇപ്പുറത്തെ സൈഡും ഫുള്ള് പൂക്കൾ തന്നെയാണ്. പൂക്കളില്ലാത്ത ഭാഗത്ത് ഫുള്ള് മുട്ടുകളാണ്. ഓക്കെ നിക്കണേ. മുട്ടുകൾ ഉണ്ടാവും. ഓക്കെ. ആവശ്യമില്ല. ഓക്കെ. പൊതുവെ ക്രീപ്പർ പ്ലാന്റിന് അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ വെയിലുണ്ടെങ്കിൽ പൂടും അല്ലേ? ഓക്കെ. സിൽവർ ചേച്ചിയോട് ഇതിന്റെ തൈകളൊക്കെ കൊടുക്കാനുണ്ടാ? സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ തൈകള് സിൽവർ ചേച്ചി അയച്ചു തരും കേട്ടോ. ഈ സൈസിലുള്ള തൈകളാണ് ഞാൻ കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഈ സൈസിലുള്ള. ഇതിനും വലുതാണ് ഒട്ടുമിക്ക തൈകളും. നമ്മൾ ഓൺലൈനിൽ ഏറ്റവും ചെറുത് നോക്കി എടുത്തതാണ്. ഇൻ കേസ് എന്തെങ്കിലും വലുത് കാണിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വലിയ തൈ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വരണ്ടെന്ന് എഴുതി ഓൺലൈനിൽ ഏറ്റവും ചെറുത് നോക്കിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ സിൽവർ ചേച്ചി, ഈ പ്ലാന്റിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല? അങ്ങനെ ഒരു ഇതുള്ളൊരു ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നവംബർ തൊട്ട്
ഇങ്ങനെ തന്നെ ഈ പൂവിന് തന്നെ ഒരു ഭംഗിയല്ല, മറ്റ് പൂക്കളേക്കാളൊക്കെ ഒരു വ്യത്യസ്തം, പിന്നെ നല്ല സ്മെല്ലുമാണ്. അതെ അതെ. അപ്പം അതിന് അയക്കാൻ നമ്മൾ എല്ലാവരും ഇപ്പൊ ഇതിന്റെ ഒരു തൈ മേടിച്ച് നട്ട് കഴിഞ്ഞാൽ അത് അടുത്ത സീസൺ ആകുമ്പോഴേക്ക് എന്തായാലും ഫ്ലവർ ആവില്ലേ? കൊച്ചു തൈമ വരെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ടല്ലേ? ഓക്കെ, വളരെ ചെറിയ തൈമ വരെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഒക്ടോബറിലൊക്കെ മുട്ടിട്ട് തുടങ്ങും, നവംബറൊക്കെ വിരിഞ്ഞു തുടങ്ങും. പിന്നെ ആരും ഇതിന്റെ എൻ്റെ ഒരു പുതിയ അറിവാണ്, നമ്മളിത് പൂ കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലോ, പ്രൂൺ ചെയ്യാന്ന് പറയുന്നത്. അത് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, ഈ സമയമൊക്കെ ആകുമ്പോൾ പ്രൂൺ ചെയ്താൽ മതി. ഓക്കെ, പൂ കഴിയുമ്പോൾ പ്രൂൺ ചെയ്താൽ മതി. തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ വന്നു പോയ പൂവിന്റെ മുട്ടുമ്പോ തന്നെയാണ് വീണ്ടും പുതിയ മുട്ടുകൾ ഉണ്ടാവണേ. ഓക്കെ, അപ്പൊ സിൽവർ ചേച്ചിയോടെ അതേ വേറെയും കുറെ പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ. അതേ അപ്പുറത്തൊക്കെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണിക്കാം. കൂടുതൽ ലെങ്ത് ആവാൻ നിൽക്കണില്ല അല്ലേ സിൽവർ ചേച്ചി? അപ്പൊ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ബൈ കൊടുത്തേ. ബൈ ബൈ.